श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम जय। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम लोकाभिराम जय। ഭാർഗവ ദർശനം. അവിടെ വിവാഹ ഉത്സവമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ദുർനിമിത്തങ്ങളൊക്കെ കണ്ടു. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ, ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക എന്നാൻ. എന്താണ് ഈ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലൂ എന്ന് വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചപ്പോ വസിഷ്ഠ മഹർഷി പറയുകയാണ്, മന്നവ, കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ. ആദ്യമൊന്ന് ഒരു പേടി ഉണ്ടാകത്തക്ക ഒരു സംഭവം വരാൻ പോകുന്നു. പിന്നീടം അഭയവും ഉണ്ടാം എന്നറിഞ്ഞാലും, എന്നാൽ അതിനൊക്കെ ഒരു സമാധാനം ഒട്ടും താമസിയാതെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ. ഖേദവും ഉണ്ടാകേണ്ട, മാത്രമല്ല ഇതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട. കാരണം ഇത് പിന്നീട് കീർത്തിയും വർദ്ധിച്ചിടും. ശ്രീരാമചന്ദ്രന്റെ കീർത്തിയെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു സംഭവമാണ് ഇനി വരാൻ പോകുന്നത്. ഇത്തരം വിധിസുതൻ അരുളി ചെയ്യുന്നേരം, വിധിസുതൻ ബ്രഹ്മാവിന്റെ മകനായ വസിഷ്ഠൻ പറഞ്ഞപ്പോൾ ഒട്ടും വൈകാതെ തന്നെ പദ്ധതി മധ്യേ, പദ്ധതി വഴി, ആ വഴി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. പരശുരാമൻ ഇനി എങ്ങനെയുണ്ടായിരുന്നു ഭാർഗവനെ എങ്ങനെയാണ് കണ്ടത് എന്ന് പറയുന്നു. നീലനീരത നിഭം, നീല നിറത്തിലുള്ള, ഇവിടെ കാർമേഘം എന്നാണ് ഉദ്ദേശിച്ചത്. നീലനീരതം മേഘം, അപ്പൊ കാർമേഘ നിഭം, അതിന് തുല്യമായിട്ടുള്ള നിർമ്മല വർണ്ണത്തോടും നിർമ്മലമായ നിറത്തോടും നീലലോഹിത ശിഷ്യൻ, നീലലോഹിതൻ പരമശിവന്റെ ശിഷ്യനും കൂടിയായിട്ടുള്ള അദ്ദേഹം അങ്ങനെ ജ്വലിക്കുകയാണ്. ആ ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നു. ആ ജ്വലിക്കുന്നതിനെ ഉപമിക്കുന്നത് ബടവാനല സമനാണ്. ബടവ അനല സമൻ, അനലം തീ. ബടവ അനലം എന്നാൽ സമുദ്രത്തിന്റെ ഉള്ളിലുള്ള പ്രളയാഗ്നിയെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അത്രയും ശക്തിയുള്ള ആ പ്രളയാഗ്നി പോലെ അങ്ങനെ കത്തിജ്വലിക്കുന്നു എന്നാണ് പറയുന്നത്. ക്രുദ്ധനായി പരശുബാണ ആയുധങ്ങളും പൂണ്ടു. ഭാർഗവരാമന്റെ പ്രധാനപ്പെട്ട ആയുധമാണ് പരശു, ആ ഒരു മഴു. അതും മറ്റ് ബാണ ആയുധങ്ങളുമൊക്കെ എടുത്തിട്ട് പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ, ആ വഴിമധ്യത്തിൽ വന്നപ്പോൾ ദശരഥൻ ആകെ പേടിച്ചു വിറച്ചു. അതാണ് ബദ്ധ സാധ്വസം. സാധ്വസം എന്നാൽ വിറച്ചുകൊണ്ട്, ആകെ പേടിച്ചു വിറച്ചിട്ട് പൂജ അതുപോലെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. നേരെ വീണ് നമസ്കാരവും ചെയ്താൻ, കാലിൽ വീണ് നമസ്കാരം ചെയ്തു. അതിന് കാരണം പരശുരാമൻ പേര് കേട്ടത് ക്ഷത്രിയ കുലത്തെ അടക്കം നശിപ്പിച്ചതിന് വേണ്ടിയിട്ടാണ്. മുന്നും പിന്നും നോക്കാതെ അവരെയൊക്കെ കൊന്നു തള്ളുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തന്റെ മകന്റെ ആ ഒരു മഹാത്മ്യത്തെ അറിയാത്ത അല്ലെങ്കിൽ മറന്നു പോകുന്ന ദശരഥൻ പേടിച്ചു വിറച്ചു. അതുകൊണ്ടാണ് അങ്ങനെ പേടിച്ചു വിറച്ചത്. ഇതുപോലെ ഭഗവാൻ തന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് ഭയം നമ്മെ പിടികൂടുന്നത്. അപ്പൊ ഇവിടെ പരമാത്മസ്വരൂപനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ തന്റെ കൂടെ ഉണ്ട് എന്നതൊക്കെ അങ്ങനെ ഒരു കാഴ്ചയിലല്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലല്ല ദശരഥൻ മകനെ കാണുന്നത്. തന്റെ മകൻ ബാലകൻ ഇപ്പോൾ കൗമാരത്തിലെത്തി, കല്യാണമൊക്കെ കഴിഞ്ഞു, ഒരു കുമാരൻ എന്ന രീതിയിൽ മാത്രമാണ് കാണുന്നത്. അത് തന്നെയായിരുന്നു ദശരഥന്റെ പേടിയും. ഇവിടെ ആര് ഞങ്ങളെ സഹായിക്കും എന്ന ആ ഒരു പേടിയോടെ വീണ് നമസ്കാരം ചെയ്തു.
അതേസമയം മറ്റുള്ളവരാകട്ടെ ബുദ്ധിയും കെട്ടു നിന്നു. ബുദ്ധി കെടുക എന്ന് വെച്ചാൽ എന്താ ചെയ്യണ്ടേന്ന് ഒരു പിടിയുമില്ല. മറ്റുള്ള ജനങ്ങളൊക്കെ ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കുകയാണ്. ആർത്തനായി, അതായത് സങ്കടം പറയുകയാണ്. പങ്ക്തിരഥൻ, ദശരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു. അതായത് ഇങ്ങനെ കൂടെ കൂടെ എന്ന് പറയുന്ന പോലെ അങ്ങനെ കരച്ചിൽ വരുന്നു, പേടിയുണ്ട്, ഇങ്ങനെ ആ ഒരു രീതിയിൽ വന്ദിച്ചു. എന്നാൽ ഭക്തിയാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യ അരേ, കാർത്തവീരാർജുനന്റെ അരി ശത്രു, ഹേ ശത്രു, ശത്രുവായിരിക്കുന്ന അല്ലയോ ഭാർഗവരാമ, പരിത്രാഹി മാം തപോനിധേ, ത്രാഹി രക്ഷിക്കൂ ഞങ്ങളെ തപോനിധേ. മാർത്താണ്ഡകുലം, മാർത്താണ്ഡൻ സൂര്യൻ, സൂര്യകുലമായിട്ടുള്ള ഞങ്ങളുടെ കുലത്തെ പരിത്രാഹി കാരുണ്യാംബുധേ. ക്ഷത്രിയ അന്തക, അപ്പൊ അങ്ങനെ വിളിക്കുകയാണ്. ഞങ്ങൾക്കറിയാം അങ്ങ് ഈ ഭൂമിയിൽ അവതരിച്ചത് തന്നെ ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കാനാണ്. പക്ഷേ അങ്ങ് അതെല്ലാം മതിയാക്കി എന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് പരിത്രാഹിമാം ജമദഗ്നിപുത്ര, അല്ലയോ ജമദഗ്നി മഹർഷിയുടെ പുത്രനായിട്ടുള്ള ഭാർഗവരാമ, മാം പരിത്രാഹി രേണുകാത്മജ, അമ്മയുടെ മകൻ എന്ന രീതിയിൽ രേണുകയുടെ ആത്മജനായിട്ടുള്ള വിഭോ, പരശുപാണേ, പരശു കയ്യിൽ ധരിച്ചവനെ, പരിപാലയ കുലം മമ, എന്റെ കുലത്തെ രക്ഷിക്കൂ. പരമേശ്വര പ്രിയ, പരമേശ്വരന്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള അല്ലയോ ഭാർഗവരാമ, പരിപാലയ നിത്യം, ഞങ്ങളെ എന്നും പരിപാലിക്കൂ. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ, പാർത്ഥിവ സമുദായം ക്ഷത്രിയ കുലം, ഇങ്ങനെയുള്ള ഒരുപാട് ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കി ആ രക്തതീർത്ഥം അതൊരു രക്തക്കുളമായി മാറി. പിന്നീട് അത് 5 കുളമായി, അതാണ് തീർത്ഥക്കുളമായി എന്നാണ്. അതാണ് സമന്ത പഞ്ചകം. അതിൽ കുളിച്ച് ആസ്ഥയ, അവിടെ നിന്ന് പിതൃഗണ തർപ്പണം ചെയ്ത നാഥ, അതായത് തന്റെ അച്ഛനായിട്ടുള്ള ജമദഗ്നിയെ കൊന്നതിന്റെ ദേഷ്യം തീർക്കാൻ തുടങ്ങിയതാണ് ഈ ഒരു ക്ഷത്രിയ വംശ നാശം. അങ്ങനെ പിന്നീട് കാർത്തവീരാർജുനനെ കൊന്നു. കാർത്തവീരാർജുനനെ കൊന്നപ്പോൾ അദ്ദേഹത്തിന്റെ മക്കള് വന്ന് യുദ്ധത്തിന് നിന്നു. പിന്നീട് അങ്ങോട്ട് 21 വട്ടം ഭൂമി മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കുകയായിരുന്നു. അപ്പം അതൊരു രക്തപ്പുഴയായി മാറി. അങ്ങനെ 5 പുഴകൾ ചേർന്ന് അത് പിന്നീട് ഒരു തീർത്ഥക്കുളമായി. അവിടെ വെച്ച് തന്റെ പിതൃക്കൾക്ക് തർപ്പണം ചെയ്ത അല്ലയോ നാഥ, കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപതേ, കാൽത്തളിരിണ തവ ശരണം മമ വിഭോ, അങ്ങയുടെ ആ പാതാരവിന്ദങ്ങളിൽ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. എന്നാലോ ഇത്തരം ദശരഥൻ ചൊന്നത് ആദരിയാതെ, അതൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ, ബദ്ധരോഷേണ വഹ്നിജ്വാല പൊങ്ങിയിടും വണ്ണം, തന്റെ ക്രോധാഗ്നിക്ക് ഒരു കുറവും വരുത്താതെ, ആ മുഖം വക്ത്രവും എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാണ്. മധ്യാഹ്ന അർക്കമണ്ഡലം, മധ്യാഹ്നത്തിൽ എങ്ങനെയാണോ സൂര്യൻ അങ്ങനെ തിളച്ചു നിൽക്കുന്നത്, അതുപോലെ ദീപ്തിയ, അത്രയും ചൂടാണല്ലോ നട്ടുച്ച നേരത്തെ സൂര്യന്, അതുപോലെ അവിടെ കൂടിയവരെയൊക്കെ അതങ്ങോട്ട് ദഹിപ്പിക്കുകയാണ്. അപ്പൊ ദശരഥൻ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ സത്വരം ശ്രീരാമനോട് അരുളി ചെയ്തിടിനാൻ. ശ്രീരാമചന്ദ്രനെ നോക്കിയാണ് ഇപ്രകാരം പറയുന്നത്. ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ. ഇവിടെ രാമൻ എന്നു പേരായിട്ട് ഈ ഞാനുള്ളപ്പോൾ ഇനി മറ്റൊരു രാമൻ വേണമോ? അതും മാനവനായ ഭവാൻ, ഒരു മനുഷ്യനായിട്ടുള്ള അങ്ങ് ക്ഷത്രിയനെന്നാകിലോ, അങ്ങ് ഒരു ക്ഷത്രിയനും കൂടിയാണ്. നില്ലരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ, നിൽക്കൂ നീ, ഒരു ക്ഷണം കൊണ്ട് എന്നോട് യുദ്ധം ചെയ്ത് ജയിക്കൂ. നീ ഒരു ശൈവശാപമൊക്കെ ഒടിച്ചു എന്നൊക്കെ ഞാൻ കേട്ടു. വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ, ഇങ്ങനെ വില്ലൊടിക്കുന്നതിലൊക്കെ നിനക്ക് നല്ല ഒരു സാമർഥ്യമുണ്ടെന്ന് ഞാൻ കേട്ടു. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചത്, നീ
ത്രയംബകം എന്ന ശൈവജാപം ഖണ്ഡിച്ചതായി ഞാൻ അറിഞ്ഞു. എന്നാൽ കേൾക്കൂ, എന്റെ കയ്യിലുണ്ടൊരു ചാപം, എന്റെ കയ്യിലുമുണ്ട് ഒരു ചാപം, വൈഷ്ണവ ചാപമാണ്, മഹാസാരം, അത്രയും വിലപ്പെട്ടതാണ്. ക്ഷത്രിയ കുലജാതനാകിൽ, നീ യഥാർത്ഥ ക്ഷത്രിയനാണെങ്കിൽ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ, നീ എന്റെ കയ്യിലുള്ള ഈ വൈഷ്ണവ ചാപവും പ്രയോഗിക്കൂ. എന്നിട്ട് നിന്നോട് യുദ്ധം ചെയ്വൻ, പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്വൻ. അങ്ങനെ നീ അത് പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തമ്മിൽ യുദ്ധം ചെയ്യാം. ഇനി അങ്ങനെ ഒന്ന് നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ട് ഇല്ല. അതായത് ഉണ്ടില്ല എന്ന് വെച്ചാൽ തീർച്ചയായും ഞാൻ ചെയ്തിരിക്കുമെന്നാണ്. സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം, അതിനൊരു സംശയവും വേണ്ട എന്നത് ധരിച്ചാലും നീ മനസ്സിലാക്കിക്കൊള്ളുക. മാത്രമല്ല ഒരു കാര്യം കൂടെ നീ മനസ്സിൽ ധരിച്ചോളൂ, ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞില്ലേ? നിനക്കറിയില്ലേ അതൊന്നും? ഞാൻ ക്ഷത്രിയ കുല വംശത്തെ തന്നെ ഒടുക്കുവാൻ വന്നവനാണ്. ശത്രുത്വം നമ്മിൽ പണ്ടേ ഉണ്ടെന്നോർക്ക. നീ ഒരു ക്ഷത്രിയ കുലജാതനാണ് എന്നതിനാൽ എല്ലാ ക്ഷത്രിയനും എന്റെ ശത്രുവാണ്. അങ്ങനെയെങ്കിൽ നീയും എന്റെ ശത്രുവാണ്. രേണുകാത്മജൻ ഏവം പറഞ്ഞോരനന്തരം, ഇങ്ങനെ വളരെ ക്രുദ്ധനായിട്ട് പരശുരാമൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ക്ഷോണിയും പാരമൊന്നു വിറച്ചു, ഭൂമിയൊക്കെ ഒന്ന് വിറച്ചു. അത്രയും ഘനഗംഭീരമായിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇത്രയും പറഞ്ഞത്. ഗിരികൾ, പർവ്വതങ്ങൾ അങ്ങനെ വിറകൊള്ളുന്നു. അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും. ഇത് ആ ഒരു സാഹചര്യത്തെ, ആ ഒരു സംഭവം നടക്കുമ്പോഴുണ്ടായ ആ ഒരു അവസ്ഥയെ പറയാൻ ഇങ്ങനെയൊക്കെ ഉപമിക്കുന്നു എന്ന് മാത്രം. അത്രയും ആളുകളൊക്കെ പേടിച്ചു വിറച്ചു. ആകെ ഇരുട്ട് നിറഞ്ഞതുപോലെ, ദിക്കുകളൊക്കെ ഇരുട്ട് നിറഞ്ഞതുപോലെ. സിന്ധുവാരി, ആ സമുദ്ര ജലമൊക്കെ കലങ്ങിമറിഞ്ഞിതു. ഒപ്പം എന്തൊന്നു വരുന്നിതെന്നോർത്ത്, ഇനി എന്താ വരാൻ പോകുന്നത് എന്ന് വിചാരിച്ച് ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു. അവരാകെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി എന്താ വരാൻ പോകുന്നത്, എങ്ങനെയാ ഇതൊന്ന് അവസാനിക്കുന്നത്. ഇത് ചിന്ത താപസവരന്മാരും അവർക്കും ഉണ്ടായി ഇങ്ങനെ ഒരു ആശങ്ക. ഇതേ സമയം പങ്ക്തിസെന്തനൻ ദശരഥനാകട്ടെ ഭീതി കൊണ്ട് വേപഥു പൂണ്ടു. കാരണം ദശരഥന്റെ കണ്ണിൽ ശ്രീരാമചന്ദ്രൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്, ഒരു കുമാരനാണ്. അയ്യോ, എന്റെ മകൻ എന്ത് സംഭവിക്കും? സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും. വിരിഞ്ചതനയനായിട്ടുള്ള വസിഷ്ഠ മഹർഷി ആദ്യം സമാധാനിപ്പിച്ചിരുന്നു. ആദ്യം ഒരു ഭീകരതയൊക്കെ വന്നാലും പിന്നീട് അത് നന്നായി വരുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഈ പരശുരാമന്റെ ആ ഒരു ആക്രോശമൊക്കെ കേട്ടപ്പോ വസിഷ്ഠ മഹർഷിക്കും ചെറിയൊരു പേടി ഇല്ലാതില്ല. എന്നാൽ മുഗ്ധഭാവവും പൂണ്ട് രാമനാം കുമാരനും ഒട്ടും പതറാതെ ആ ഒരു മുഗ്ധഭാവം, മന്ദഹാസത്തോടുകൂടി കുമാരനായിട്ടുള്ള രാമൻ ക്രുദ്ധനാം പരശുരാമൻ തന്നോട് അരുൾ ചെയ്തു. ക്രുദ്ധനായി നിൽക്കുന്ന പരശുരാമനോട് ഇപ്രകാരം പറഞ്ഞു: ചൊല്ലെഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ, അങ്ങയെ പോലുള്ള താപസശ്രേഷ്ഠന്മാർ വല്ലാതെ ഇങ്ങനെയൊക്കെ ക്രുദ്ധിച്ചുകൊണ്ട് ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ, ഞങ്ങളെ പോലുള്ള അറിവില്ലാത്തവർ എന്നർത്ഥം, ഞങ്ങളെ പോലുള്ള ഇത്രയൊന്നും പ്രൗഢാത്മാക്കളല്ലാത്ത ഞങ്ങളോടൊക്കെ അങ്ങ് ഇങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്ക് എന്തോന്നുള്ളത് തപോനിധേ, ഞങ്ങൾ പിന്നെ ആരെ ആശ്രയിക്കും? ഞങ്ങളെ പോലുള്ളവർക്ക് നല്ലത് പറഞ്ഞ് നേർവഴിക്ക് നയിക്കേണ്ട അങ്ങ് ഞങ്ങളോടിങ്ങനെ ആക്രോശിച്ചാൽ എന്ത് ചെയ്യും? സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു? ഇങ്ങനെ അങ്ങ് ഈ ഒരു ആക്രോശത്തോടെ എല്ലാവരെയും കൊന്നുതള്ളും, കാണുന്നവരെയൊക്കെ കൊന്നുതള്ളുക, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവനവന് ഓരോ ആശ്രമധർമ്മമുണ്ട്. ബ്രഹ്മചര്യം പഠിക്കേണ്ട സമയത്ത് ഗുരുകുല വിദ്യാഭ്യാസം അന്നത്തെ കാലത്ത്. അപ്പോ അന്ന്
ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ ആ ഒരു വിദ്യാഭ്യാസ സമയത്ത് അതിൽ ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി ഗാർഹസ്ഥ്യം. ഇവിടെ ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് ഗാർഹസ്ഥ്യം മാത്രമല്ല, ആ രാജ്യപരിപാലനവും കൂടെ അദ്ദേഹത്തിന്റെ ധർമ്മമാണ്. അപ്പൊ ഇങ്ങനെ അങ്ങ് കൊന്നു തള്ളുക എന്ന് വെച്ചാൽ ഈ ഒരു ക്ഷത്രിയന്മാരൊക്കെ പിന്നെ എന്ത് ചെയ്യും? അവരെങ്ങനെ ഇവിടെ ഈ ധർമ്മം പാലിക്കും? നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിന്, എന്നാൽ അങ്ങ് എന്തെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ അന്തരമുണ്ടോ പിന്നെ വരുന്നു, അതിനൊരു മാറ്റമുണ്ടാകുമോ, വരുന്നു നിരൂപിച്ചാൽ, ചിന്തിച്ചു നോക്കിയാൽ അങ്ങയെ പോലുള്ള താപസോത്തമന്മാർ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയേ തീരൂ. അന്ധനായിരിപ്പോരു ബാലകനുണ്ടോ, ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ഇവിടെ തന്നെ സ്വയം ചെറുതാക്കി കാണിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. ഞാനൊരു അജ്ഞാനി, അന്ധനായിരിപ്പൊരു ബാലകനാണ്, അജ്ഞനാണ് ഞാൻ. എന്നെ പോലുള്ളവർക്ക് അങ്ങാണ് വഴി കാണിച്ചു തരേണ്ടത്. ഞങ്ങളെ പോലുള്ളവർക്ക് ഗുണബന്ധനം ഭവിക്കുന്നു. ബാലകനുണ്ടോ ഗുണബന്ധനം എന്നാൽ ഞങ്ങൾ അജ്ഞാനികളാണ്. അജ്ഞാനികളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗുണം, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെയുള്ള ഗുണബന്ധനത്തെ കുറിച്ച് പോലും നമുക്ക് ശരിയായ ഒരു അറിവില്ല. അപ്പൊ നമ്മുടെ, അതായത് ഞങ്ങളെ പോലുള്ള അജ്ഞാനികൾക്ക് ഞങ്ങളുടെ ഗുണത്തെ തിരിച്ചറിഞ്ഞ് വേണ്ട നിർദ്ദേശം തരേണ്ടത് അങ്ങയെ പോലുള്ള പ്രൗഢാത്മാക്കളാണ്, താപസോത്തമന്മാരാണ്. അതായത് ഇവിടെ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, അജ്ഞാനികളായ ഞങ്ങളെ പോലുള്ളവരെ വഴി നടത്തേണ്ടത് അങ്ങയെ പോലുള്ളവരല്ലേ. അങ്ങനെയുള്ള അങ്ങയെ പോലുള്ളവർ ഞങ്ങളോട് ഇങ്ങനെ ആക്രോശിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി ക്ഷത്രിയ കുലജാതനായി പോയി എന്നത് എന്റെ തെറ്റാണോ? അതാണ് ചോദിക്കുന്നത്. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ. ഇവിടെ ഗുണബന്ധനം, നേരത്തെ പറഞ്ഞ ആ ഗുണബന്ധനമൊന്നും ബോധപൂർവം വരുന്നതല്ല. അങ്ങനെ ഗുണബന്ധനം നിശ്ചയിക്കുന്നത് ആ പരമാത്മാവാണ്. ഏതൊക്കെ ഗുണത്തോടുകൂടെ ഇവിടെ ജനിക്കണം എന്ന് അത് അജ്ഞാനികളായിട്ടുള്ളവരല്ല തീരുമാനിക്കുന്നത്. അത് പ്രകൃതിയാ നമുക്ക് ഓരോ ഗുണങ്ങൾ കിട്ടുകയാണ്. ആ ഗുണങ്ങൾ കിട്ടിയവർ അതാത് കുലത്തിൽ വന്ന് ജനിക്കുന്നു. അപ്പൊ ഇവിടെ അജ്ഞാനിയായിട്ടുള്ള എനിക്ക് ഒരുപക്ഷെ ഈ ഒരു രജോ ഗുണം കിട്ടിയത് കൊണ്ടാവാം. ഇതൊക്കെ ഒരു വിനയാന്വിതനായിട്ട് പറയുന്നു എന്ന് മാത്രം. ഈ രജോ ഗുണം കിട്ടിയത് കൊണ്ട് ഞാനൊരു ക്ഷത്രിയ കുലത്തിൽ ജനിച്ചു, അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തു. ഇതൊന്നും ഞാൻ ബോധപൂർവം ചെയ്യുന്നതല്ലല്ലോ, ഇതൊക്കെ പ്രകൃത്യാ സംഭവിക്കുന്നതല്ലേ. എന്നാൽ ക്ഷത്രിയ കുലജാതനാണെങ്കിൽ പോലും ശസ്ത്ര അസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ഇവിടെ പരശുരാമനുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് പറയുകയാണ്. അങ്ങയെ പോലുള്ള മഹാത്മാക്കളെ പോലെ പരശുരാമൻ ഇതിലൊക്കെ വളരെ വിദഗ്ധനുമാണ്. കാരണം സാക്ഷാൽ പരമശിവന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങയുമായിട്ടൊക്കെ താരതമ്യം ചെയ്താൽ ഞാൻ ഈ ശസ്ത്ര അസ്ത്രങ്ങളിലൊന്നും ഒരു സാമർഥ്യവും എനിക്കില്ല. അതേസമയം തന്നെ ശത്രുമിത്ര ഉദാസീന ഭേദവും എനിക്കില്ല. അതേസമയം, അതായത് എന്നെ പോലുള്ള ഒരു പറയും കുറച്ച് നല്ല അറിവുള്ളവർക്ക് ഈ പറയുന്ന ശത്രുമിത്ര ഉദാസീന ഭേദമില്ല. എന്റെ ശത്രു, കാരണം പാണ്ഡിത്യമുള്ളവർക്ക്, ഒരു ആത്മജ്ഞാനം നേടിയ അറിവുള്ളവർക്ക് ശത്രു മിത്രം ഉദാസീനം എന്ന് വെച്ചാൽ ശത്രുവുമല്ല മിത്രവുമല്ല, അങ്ങനെ ഒരു ഭേദചിന്ത പണ്ഡിതന്മാർക്കുണ്ടാവില്ല. എന്നാൽ ഇതിന്റെ ഇടയിലുള്ള പൂർണ്ണമായിട്ട് അറിവുമില്ല, എന്നാൽ കുറച്ചൊക്കെ ലോക വിവരവും ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് ആണ് ശരിക്കും ഈ ശത്രു മിത്ര ഉദാസീനം. എന്നാൽ തീരെ അറിവില്ലാത്തവർക്ക്, മൂഢന്മാരായിട്ടുള്ളവർക്കും ഈ പറയുന്നതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ശ്രീരാമചന്ദ്രൻ തന്നെ ഏറ്റവും താണ ഒരാളായിട്ടാണ് പറയുന്നത്. ഞാനൊരു അജ്ഞനാണെന്ന് പറഞ്ഞു, അതാണ് അന്ധനായിട്ടുള്ള ഒരു ബാലകനാണ് ഞാൻ. എനിക്കിങ്ങനെയുള്ള അങ്ങിങ്ങനെയൊക്കെ എന്നോട് ക്രുദ്ധിച്ച് പറയുമ്പോഴും എനിക്കെന്തുകൊണ്ടോ അങ്ങയോടൊരു ശത്രുത്വവും തോന്നുന്നില്ല. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, അങ്ങയോട് ഒന്നുമില്ല, ഒരു ഭേദവുമില്ല. അതാണ് ശത്രു മിത്ര ഉദാസീന ഭേദം എനിക്കില്ല.
അപ്പോ ഒരാളെ കൊല്ലാൻ തോന്നണമെങ്കിൽ നമുക്ക് അയാളോടൊരു ശത്രുത്വം തോന്നണം. അതുകൊണ്ട് തന്നെ ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അങ്ങയോട് എനിക്ക് യുദ്ധം ചെയ്യാൻ തോന്നണ്ടേ, അതിന് എനിക്ക് അങ്ങയോടൊരു ശത്രുത്വം തോന്നണ്ടേ, അതും തോന്നുന്നില്ല. അന്തകൻ പോലും, അന്തകന്റെ അന്തകൻ, കാലന്റെയും അന്തകനായിട്ടുള്ള പരമശിവൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം. അങ്ങൊന്ന് ചിന്തിച്ചാൽ അത് ആ പരമശിവൻ പോലും നടപ്പാക്കും. അത്രയും ഒരു ശക്തിയുള്ള തപോധനനാണ് അങ്ങ്. എന്നാൽ പോലും ഇങ്ങനെയൊക്കെയാണ് ഞാൻ, ഒരു അജ്ഞാനിയാണ്, എനിക്ക് ശസ്ത്രാസ്ത്രങ്ങളിലൊന്നും പ്രയോഗ സാമർഥ്യമില്ല. എന്നാൽ പോലും ഞാനൊന്ന് ശ്രമിക്കാം. അതാണ് വില്ലിങ് തന്നാലും ഞാനാകിലോ കുലച്ചീടാം. ഞാനൊന്ന് ശ്രമിക്കാം. അല്ലെങ്കിൽ ഇനി അഥവാ എനിക്ക് ഇത് കുലയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട. അങ്ങൊന്നും വിചാരിക്കരുത്, എന്നോട് ദേഷ്യം തോന്നരുത്. ആദ്യം അങ്ങനെയാണല്ലോ പറഞ്ഞത്, എന്നോട് യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ ഈ കൂടെയുള്ളവരെയൊക്കെ നശിപ്പിച്ചു കളയും, കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള അവിവേകമൊന്നും അങ്ങ് കാട്ടരുത്. ഞാൻ എന്തായാലും എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാനൊന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ കന്ദർപ്പ കളേബരൻ കഞ്ചലോചനൻ പരൻ. സുന്ദരൻ, സുകുമാരൻ, ഇന്ദിരാപതി ലക്ഷ്മീപതിയായിട്ടുള്ള സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ, കന്ദർപ്പ കളേബരൻ ആ കാമദേവന്റെ അത്രയും സുന്ദരമായ ശരീരത്തോടുകൂടിയ കഞ്ചലോചനൻ താമരക്കണ്ണനായിട്ടുള്ള പരൻ, ആ പരമാത്മാവായിട്ടുള്ള ചന്ദ്രചൂഡ അരവിന്ദ മന്ദിര മഹേന്ദ്രാദി. ചന്ദ്രചൂഡൻ ശിവൻ, അരവിന്ദ മന്ദിരം, അരവിന്ദം താമര, താമര തന്റെ നിലയമാക്കിയിട്ടുള്ള ബ്രഹ്മാവ്, മഹേന്ദ്രൻ ഇന്ദ്രൻ തുടങ്ങിയ വൃന്ദാരകേന്ദ്ര മുനിവൃന്ദ വന്ദിതൻ. വൃന്ദാരക വൃന്ദം എന്നാൽ ദേവന്മാർ, അവരും പിന്നെ മുനിവൃന്ദം, എല്ലാ മുനിമാരും ഒക്കെ വന്ദിക്കുന്ന ആ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം. ഒരു മന്ദഹാസത്തോടുകൂടെ വന്ദിച്ചിട്ട് മന്ദേതരം വളരെ പതുക്കെ പോയിട്ട് നന്ദിച്ചു, അവിടെ വന്ദിക്കുകയാണ്. ദശരഥനന്ദനൻ വില്ലും വാങ്ങി. ആ ദശരഥനന്ദനൻ ശ്രീരാമചന്ദ്രൻ ഭാർഗവരാമന്റെ കയ്യിൽ നിന്ന് ആ വില്ലു വാങ്ങിയിട്ട് നിന്നരുളുന്ന നേരം, അങ്ങനെ അത് കയ്യിൽ പിടിച്ച് കുറച്ചു നേരം അങ്ങനെ നിന്നപ്പോൾ ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ് കാണായി വന്നു. അവിടെ ഈരേഴു ലോകങ്ങൾ, ആ 14 ലോകങ്ങളും അങ്ങനെ തിളങ്ങുന്നത് പോലെ അങ്ങനെ ഒരു തേജസ് ശ്രീരാമചന്ദ്രന് കാണായി വന്നു. കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം. നേരത്തെ ത്രയംബകവില്ല് ഒടിച്ചതുപോലെ അതേപോലെ തന്നെ അത് എടുത്തു, കുലച്ചു, ബാണം ഏകമെടുത്തു, ഒരു വില്ലെടുത്തിട്ട്, ഒരു അമ്പെടുത്തിട്ട്, വില്ല് കയ്യിൽ വെച്ച് ഒരു അമ്പെടുത്തിട്ട് തൊടുത്തിങ്ങനെ നിൽക്കുകയാണ്. തൊടുത്താശു വലിച്ചു നിറച്ചുടൻ, അതാ അങ്ങനെ എയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് പോലെ നിന്നിതു ജിതശ്രമം. ഒട്ടും പരിശ്രമമില്ല, ഒക്കെ വളരെ വേഗം കഴിഞ്ഞു. എന്നിട്ട് ചോദിച്ചു ഭൃഗുപതി തന്നോട് രഘുപതി. ഭൃഗുപതി, ഭൃഗുകുലത്തിലെ പതി, അതിലെ ശ്രേഷ്ഠനായിട്ടുള്ള ആ ഭാർഗവരാമനോട് രഘുപതി, രഘുകുല ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ. ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ലയോ ഭാർഗവരാമ, സന്തോഷത്തോടെ എന്നോട് അരുളി ചെയ്യൂ ദയാനിധേ. മാർഗണം എന്റെ അമ്പ് നിഷ്ഫലമായി വരികയില്ല. ഞാനിത് എവിടെയാണോ തൊടുക്കണമെന്ന് അങ്ങ് പറയുന്നത് അവിടെ തൊടുത്തിരിക്കും, അത് നിഷ്ഫലമായി വരികയില്ല. മമ, എന്റെ ഈ ഒരു ലക്ഷ്യം നിഷ്ഫലമാവില്ല. അതുകൊണ്ട് ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നീട വേണം, എനിക്ക് ലക്ഷ്യം കാട്ടിത്തരൂ, എവിടേക്കാണ് ഞാൻ ഇത് അയക്കേണ്ടത്. ശ്രീരാമവചനം കേട്ട അന്നേരം, ഇത് കേട്ടതും
ഭാർഗവനും ആരൂഢ ആനന്ദം, ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദമുണ്ടായി. അതിന് കാരണമുണ്ട്, അത് പിന്നീട് പറയും. ആരൂഢ ആനന്ദം അതിനുത്തരം അരുൾ ചെയ്തു, ഇപ്രകാരം പറഞ്ഞു. ശ്രീരാമ രാമ മഹാബാഹോ, മഹാബാഹു കൈക്കരുത്തുള്ളവൻ. ജാനകീപതേ ശ്രീരമണ ആത്മാരാമ, ആത്മാരാമൻ തന്നിൽ തന്നെ എപ്പോഴും രമിച്ചിരിക്കുന്നവൻ. ലോകാഭിരാമൻ രാമ ശ്രീരാമ, സീതാഭിരാമ ആനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമാരമണ രഘുപതേ. ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ. ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തേ. ആ പരമാത്മാവാണ് സൃഷ്ടിയും സ്ഥിതിയും പ്രളയവും എല്ലാറ്റിനും കാരണം. അല്ലെങ്കിൽ ആ പരമാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ആ പരമാത്മാവ് തന്നെയാണ് ദശരഥ നന്ദനായിട്ട് വന്നത്. അങ്ങനെയുള്ള ഹേ ശ്രീരാമ ഋഷികേശ, ഋഷീകങ്ങളുടെ ഈശൻ, ഇന്ദ്രിയങ്ങളെയൊക്കെ തന്റെ അധീനതയിൽ നിർത്തുന്ന ആ ഋഷികേശനായിട്ടുള്ള ശ്രീരാമ, കൗസല്യാത്മജ ഹരേ, ഇങ്ങനെയൊക്കെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. എങ്കിലോ പുരാവൃത്തം, പണ്ടുള്ള ഒരു കഥ കേട്ടുകൊണ്ടാലും മമ, എന്റെ ഒരു കഥ. പങ്കജവിലോചന, ഇവിടെ പരശുരാമനാണ് പറയുന്നത്. അല്ലയോ താമരക്കണ്ണ, കാരുണ്യവാരാന്നിധേ, കാരുണ്യക്കടലേ. ഇനി ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു കഥ കൃതയുഗത്തിൽ നടന്ന കഥയാണ്. ഭാർഗവരാമൻ ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും, ചക്രതീർത്ഥം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് എത്രയും ബാല്യകാലെ, അത്രയും ചെറുപ്പത്തിൽ തന്നെ ചക്രപാണിയെ തന്നെ, ചക്രപാണിയായിട്ടുള്ള ആ സാക്ഷാൽ മഹാവിഷ്ണുവിനെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം, ഒരുപാട് കാലം തപസ്സു ചെയ്തു. അങ്ങനെ ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ച്, ആ തപസ്സുകൊണ്ട് തന്നെ തന്റെ ഇന്ദ്രിയ നിഗ്രഹം അങ്ങനെ സാധിച്ച് ഉള്ളിൽ ഏകാഗ്രമാക്കിയിട്ട് അനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി വൈകുണ്ഠൻ നാരായണൻ, ജിഷ്ണു സേവിതൻ, ജിഷ്ണു ഇന്ദ്രൻ, ഇന്ദ്രനാൽ സേവിക്കപ്പെടുന്ന ഭജനീയൻ ഈശ്വരൻ, എല്ലാവരാലും ഭജനീയനായിട്ടുള്ള ഭജിക്കപ്പെടേണ്ട ഈശ്വരൻ നാഥൻ മാധവൻ, സാക്ഷാൽ ശ്രീനാരായണൻ പ്രസാദിച്ചു. മത് പുരോഭാഗേ വന്നു, എന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. സാദരം പ്രത്യക്ഷനായി അരുളി ചെയ്തിടിനാൻ, എന്നോട് ഇത്തരം അരുളി ചെയ്തു. തീർച്ചയായും ഭഗവാനെ കാണുമ്പോൾ കാൽക്കൽ വീണ് നമസ്കരിച്ചിരിക്കും. അങ്ങനെയുള്ള ആ പരശുരാമനോട് സാക്ഷാൽ നാരായണൻ പറഞ്ഞു, ഉത്തിഷ്ഠ ഉത്തിഷ്ഠ ബ്രഹ്മൻ, എഴുന്നേൽക്കൂ. തുഷ്ടഹ അഹം, അഹം തുഷ്ടഹ, ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. തേ തപസ, നിന്റെ തപസ്സുകൊണ്ട്. സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും, എന്നെ സേവിച്ചുകൊണ്ടുള്ള ഈ ഒരു തപസ്സിന്റെ ഫലം നിനക്ക് സിദ്ധിച്ചു എന്ന് അറിഞ്ഞാലും. മത് തേജോയുക്തൻ, എന്റെ തേജസ് തന്നെയാണ് അങ്ങയിലും ഉള്ളത്, തേജോയുക്തനാണ് ഭവാൻ എന്നതും അറിഞ്ഞാലും എന്നും അങ്ങറിയുക. കർത്തവ്യം പലതുണ്ട് ഭവതാ ഭൃഗുപതേ, അങ്ങേക്ക് പലതരത്തിലുള്ള കർത്തവ്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം എന്നാണ് ഇപ്പോ പറയുന്നത്. ഭാർഗവരാമന്റെ ആ ഒരു അവതാര ഉദ്ദേശത്തെക്കുറിച്ച് പറയുകയാണ്. കർത്തവ്യം പലതുണ്ട്, എന്തൊക്കെയാണെന്ന് പറയുന്നു. കൊല്ലണം പിതൃഹന്താവാകിയ, ഇത് ഇനി വരാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. അച്ഛനെ കൊന്ന, അപ്പൊ ജമദഗ്നി മഹർഷിയെ കൊന്ന ഹേഹയനെ, ഹേഹയ രാജാവായിട്ടുള്ള ചൊല്ലെഴും കാർത്യവീരാർജുനനാം നൃപേന്ദ്രനെ, ആ പ്രശസ്തനായിട്ടുള്ള കാർത്യവീരാർജുനൻ എന്ന ആ രാജാവിനെ
വല്ല ജാതിയും നീ കൊല്ലണം, എങ്ങനെ ആയാലും നീ കൊല്ലണം. ഇനി പറയുകയാണ്, അവൻ മൽ കലാംശജനല്ലോ, എന്റെ ഒരു കല തന്നെയാണ് അവൻ, കലാ അവതാരം, ഭഗവാന്റെ ഒരു അംശമാണ് ഈ ഹേഹയ രാജാവായിട്ടുള്ള കാർത്തവീരാർജുനൻ. എന്നാൽ പോലും അവനെ കൊല്ലണം എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, വല്ലഭം ധനുർവേദത്തിന് അവനേറുമല്ലോ, അവനാവട്ടെ ധനുർവേദത്തിൽ അത്രയധികം സാമർഥ്യമുള്ളവനാണ്. അതുമാത്രമല്ല, അവനെ മാത്രമല്ല, ക്ഷത്രിയ വംശം 21 പരിവൃത്തി, 21 തവണ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് നീ എല്ലാ ക്ഷത്രിയ വംശത്തെയും യുദ്ധേ നിഗ്രഹിച്ച് കശ്യപന് ദാനം ചെയ്യുക. പിന്നീട് കശ്യപ പ്രജാപതിക്ക് അത് ദാനം ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോ ഓരോ സമയത്തും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ധർമ്മ രക്ഷണാർത്ഥമാണ്, ധർമ്മ സംസ്ഥാപനാർത്ഥമാണ് ഞാൻ അവതരിക്കുന്നതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ രാജാക്കന്മാർക്ക് അവരുടെ ആ ഒരു അധികാരത്താൽ ഉണ്ടായിട്ടുള്ള ഒരു മതം അത് കൂടുതലായിരുന്നു. അപ്പോൾ ഒരു രാജാവാണ് ആ രാജ്യത്തെ ബ്രാഹ്മണന്മാർ തുടങ്ങിയ മറ്റ് ആശ്രമികളെ, അതായത് ആശ്രമികളെ എന്നല്ല, വർണ്ണാശ്രമധർമ്മത്തിലുള്ള വൈശ്യ, ശൂദ്ര, ബ്രാഹ്മണന്മാർ, ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് ക്ഷത്രിയനാണ്. അപ്പൊ ഒരു രാജാവാണ് ബ്രാഹ്മണന്മാരെയൊക്കെ, പ്രത്യേകിച്ച് ബ്രാഹ്മണന്മാരെ സംരക്ഷിക്കേണ്ടത്. കാരണം ഈ ബ്രാഹ്മണന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദ ഉപനിഷത്തുക്കൾ ഇതുപോലെയുള്ള പഠനം, അതുപോലെ അത് പഠിപ്പിക്കുക. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരുടെ നിത്യവൃത്തിക്കുള്ള ആ ഒരു വരുമാനം അവരായിട്ട് ചോദിച്ച് മേടിക്കില്ല. അപ്പൊ അവരെ സംരക്ഷിക്കേണ്ടത് ആ രാജ്യത്തെ രാജാവിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇതൊക്കെ മറന്നുകൊണ്ട് സ്വയം സുഖലോലുപരായിട്ടുള്ള ഒരു കൂട്ടം രാജാക്കന്മാർ ആ കാലത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള രാജാക്കന്മാരെ ഉന്മൂലനാശനം വരുത്തിയിട്ട്, അതാണ് പിന്നീട് കശ്യപ പ്രജാപതിക്ക് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ആ ബ്രാഹ്മണന്മാർക്കൊരു ശ്രേഷ്ഠത കൈവരാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോ ആരൊക്കെയാണോ ഏതൊക്കെ കാലത്ത് അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്നത് അവരെ ഉന്മൂലനാശനം ചെയ്യാനാണ് ഭഗവാൻ ഓരോരോ അവതാരം എടുക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് പിന്നീട് കാണാം, ശ്രീബുദ്ധനായിട്ട് ഭഗവാൻ അവതരിക്കാൻ കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ വൈഷ്ണവന്മാർ, ശൈവന്മാർ എന്ന രീതിയിലുള്ള ഒരുതരം പരസ്പരം കടിച്ചു കീറാൻ വേണ്ടി പോകുന്ന ആ സമയത്ത് സ്നേഹം, അഹിംസ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കാനായിട്ട് ശ്രീബുദ്ധനായിട്ട് വന്നു. എന്നാൽ ശ്രീബുദ്ധന്റെ കാലശേഷം ശ്രീബുദ്ധന്റെ ബാഹ്യമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രം അനുകരിച്ചുകൊണ്ട് കുറെ പേർ സന്യാസത്തിനിറങ്ങി. അതേസമയം ശ്രീബുദ്ധൻ എപ്പോഴും ധ്യാനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അവിടെ വേദപഠനമില്ല, ഉപനിഷത്ത് പഠനമില്ല, വൈദിക ക്രിയകളില്ല, ഒന്നുമില്ല. അങ്ങനെ എന്ത് സംഭവിച്ചു? ഈ ആളുകൾ സന്യാസത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥ സന്യാസിമാരായില്ല. അവരുടെ ആ ഒരു കർമ്മം കൊണ്ട് അവർ സന്യാസിമാരായില്ല, വേഷം കൊണ്ട് മാത്രമായിരുന്നു സന്യാസിമാരായത്. അങ്ങനെ ഇവിടെയുള്ള എല്ലാ വൈദിക ധർമ്മങ്ങളും അത് ഇല്ലാതെയാകുന്നു എന്ന് കണ്ടപ്പോഴാണ് ശ്രീ പരമേശ്വരൻ ശങ്കരാചാര്യരായിട്ട് അവതരിച്ചത്. അപ്പൊ ഇങ്ങനെ ഓരോരോ കാലത്ത് ഓരോ അവതാരത്തിന് ഓരോ ലക്ഷ്യമുണ്ട്. അപ്പൊ പരശുരാമ അവതാരം ആ സമയത്തെ മതോന്മത്തരായിട്ടുള്ള ക്ഷത്രിയന്മാരെ കൊന്നെടുക്കാനായിരുന്നു. എന്നിട്ട് കശ്യപന് ദാനം ചെയ്യുക എന്ന് അന്ന് ശ്രീനാരായണൻ പറഞ്ഞിരുന്നു. പിന്നീട് പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ച് ഉത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും, ഇങ്ങനെ ഈ മതോന്മത്തരായ രാജാക്കന്മാരെ കൊന്നൊടുക്കിയാൽ തന്നെ ഈ ഭൂമി ശാന്തമാകും. അത് കഴിഞ്ഞ് നീ തപോനിഷ്ഠനായിട്ട് വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും. അന്ന് കണ്ടിടാം തമ്മിൽ, എന്നാൽ എന്നുടെ തേജസ്സന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക. ഇപ്പോൾ
അവിടെ കൃതയുഗത്തിൽ വെച്ച് ശ്രീനാരായണൻ പറഞ്ഞിരുന്നു, എന്റെ തേജസ് തന്നെയാണ് നിന്നിലുള്ളത്. എന്നാൽ ത്രേതായുഗത്തിൽ ദശരഥപുത്രനായിട്ട് ഞാൻ തന്നെ അവതരിക്കുമ്പോൾ അന്ന് നിന്റെ ഈ തേജസ് എന്നിലേക്ക് ആക്കുക. കാരണം രാവണനെ പോലെ അദ്ദേഹം ഒരു വലിയൊരു താപസനും കൂടെയാണ്. ഒരുപാട് തപസ് ചെയ്തിട്ട് ഒരുപാട് ശക്തി സമ്പാദിച്ച ആളാണ് രാവണൻ. അപ്പൊ രാവണനെ നിഗ്രഹിക്കാൻ ഒട്ടും എളുപ്പമല്ല. അങ്ങനെ ഒരു കാര്യവും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ വൈഷ്ണവ ചാപവും ഇപ്പോൾ പരശുരാമന്റെ ഈ ഒരു തേജസ്സൊക്കെ ദാശരഥിയിലേക്ക് ശ്രീരാമനിലേക്ക് ആക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോ അന്ന് നീ എന്നെ കാണുമ്പോൾ എന്നിലേക്ക്, അതായത് ശ്രീരാമചന്ദ്രനായിട്ട് വരുന്ന എന്നിലേക്ക് നിന്റെ തേജസ് അതിനെ അങ്ങോട്ട് കൊടുക്കുക, ദാനമായിട്ട് കൊടുക്കുക. പിന്നെയും തപസ് ചെയ്ത് ആ ബ്രഹ്മപ്രളയാന്തം, ബ്രഹ്മപ്രളയം 2 തരത്തിലാണ്. ഒന്ന് നൈമിത്തിക പ്രളയം, ബ്രഹ്മാവിന്റെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ. അപ്പോൾ 1000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. അപ്പൊ ആ 1000 ചതുർയുഗങ്ങൾ അത്രയും കാലം ജീവിച്ചിരിക്കുമെന്നാണ്, പരശുരാമൻ ജീവിച്ചിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു 4 യുഗങ്ങളിലും അദ്ദേഹം ജീവിച്ചിരുന്നു എന്നത് നമുക്കിപ്പോൾ തന്നെ മനസ്സിലാക്കാം. കാരണം ഇവിടെ ഇപ്പോ കൃതയുഗത്തിലെ കാര്യം പറഞ്ഞു, ത്രേതായുഗത്തിലെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ദ്വാപരയുഗത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഭീഷ്മരുടെ ഗുരുവായിരുന്നു പരശുരാമൻ. അതുപോലെ കർണനെ ശപിച്ചത് പരശുരാമനാണ്. പിന്നീട് ഇപ്പോൾ ഈ കലിയുഗത്തിൽ കേരളം ഉണ്ടായത് തന്നെ പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് എന്നത് പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ പരശുരാമനാണ് ഉണ്ടാക്കിയത്. അതിന്റെ എല്ലാ കാര്യങ്ങളും ചിട്ടകളൊക്കെ ചെയ്തത് അദ്ദേഹമാണ് എന്ന് പറയുന്നു. അപ്പോ തീർച്ചയായും ഈ 4 യുഗത്തിലും ഉണ്ടായതുപോലെ ഇനിയുള്ള ഈ കൽപ്പം അവസാനിക്കുന്നത് വരെ പരശുരാമൻ ചിരഞ്ജീവിയായിട്ട് ഉണ്ടാകും. അങ്ങനെ ഒരു അനുഗ്രഹമാണ് അന്ന് ഭഗവാൻ കൊടുത്തത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. കൃതയുഗത്തിൽ ശ്രീനാരായണൻ അവതരിച്ചപ്പോൾ എന്നരുൾ ചെയ്ത്, അപ്പൊ ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ച് വസിച്ചിടുക, അങ്ങനെ ആയുസ് തീരുന്നത് വരെ ചിരഞ്ജീവിയായിട്ടിരിക്കുക, ബ്രഹ്മപ്രളയാന്ത വരെ എന്നെ സേവിക്കുക എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. അന്ന് ശ്രീനാരായണൻ ഇങ്ങനെ പറഞ്ഞ് മറഞ്ഞു. ഇപ്പോഴിതാ തൻ നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ. ഭഗവാനെ, ആ ശ്രീനാരായണന്റെ ആജ്ഞ അനുസരിച്ചാണ് ഞാനിവിടെ വന്നത്. അങ്ങ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ തന്നെയാണോ എന്നുള്ള ഒരു പരീക്ഷണവും കൂടിയാണ് ഇപ്പോൾ നടത്തിയത്. കാരണം അല്ലാതെ ആർക്കെങ്കിലും ഇങ്ങനെ വൈഷ്ണവ ശ്രീരാമൻ എന്ന് പേര് കേട്ടാലും ഒന്ന് പരീക്ഷിക്കാം, എന്നിട്ട് ആ വൈഷ്ണവ ചാപം കൊടുത്ത് തന്റെ തേജസ് അങ്ങോട്ടേക്ക് കൊടുക്കണം എന്ന രീതിയിലാണ് ഇവിടെ ഒരു പരീക്ഷണാർത്ഥമാണ് ഇപ്പൊ ഈ നാടകമൊക്കെ പരശുരാമൻ ചെയ്തത്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നിൻതിരുവടി തന്നെ വന്നവതരിച്ചോരു പങ്ക്തിസ്യന്തന സുതനല്ലോ നീ ജഗത്പതേ. അങ്ങ് തന്നെയാണല്ലോ, അന്ന് എന്നെ അനുഗ്രഹിച്ച അങ്ങ് തന്നെയാണല്ലോ ഇപ്പോൾ പങ്ക്തിസ്യന്തനൻ ദശരഥന്റെ സുതനായിട്ട്, അല്ലയോ ജഗത്പതേ, അങ്ങ് തന്നെയാണല്ലോ അവതരിച്ചത്. ഇതാ എങ്കിലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. എന്റെ ആ തേജസ് മുഴുവൻ ഞാൻ ആവാഹിച്ചത് ഈ വൈഷ്ണവ ചാപത്തിലാണ്. അതിതാ ഞാൻ അങ്ങേക്ക് തന്നിരിക്കുന്നു. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ള ഒരു ധർമ്മങ്ങൾ മായാബലം കൊണ്ട് സാധിപ്പിക്ക നീ. ബ്രഹ്മാദിദേവകളൊക്കെ അങ്ങയോട് എന്ത് കാര്യമാണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ, ഇവിടെ ധർമ്മങ്ങൾ എന്നും ചിലയിടത്ത് കർമ്മങ്ങൾ എന്നും കാണാം. എന്തായാലും ധർമ്മരൂപത്തിലുള്ള അങ്ങ് ഈ ഒരു അവതാരം സ്വീകരിച്ചത് എന്തിനോ ആ കാര്യങ്ങളാണ് ധർമ്മം. അതിനെ കർമ്മം എന്നും പറയാം. അപ്പൊ ആ കർമ്മങ്ങൾ, ധർമ്മരൂപത്തിലുള്ള കർമ്മങ്ങൾ മായാബലം കൊണ്ട്, അങ്ങേക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ അവരുടെ ഒരു പ്രാർത്ഥന കൊണ്ട് അങ്ങ് മായാബലം കൊണ്ട് അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കുക. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ,
ജഗത് സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. അങ്ങ് തന്നെയാണല്ലോ ഈ ജഗത്ത്, ജഗത്ത് തന്നെ അങ്ങായിരിക്കുന്നു. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം, എന്റെ ജന്മം സഫലമായി. കാരണം മുന്നം ചെയ്തോരു തപസ് സാഫല്യമെല്ലാം വന്നു. അന്ന് അത്രയും തപസ് ചെയ്തതുകൊണ്ട് എനിക്ക് ഈ 2 ജന്മത്തിലും സാക്ഷാൽ ശ്രീനാരായണന്റെ ദർശനം കിട്ടിയല്ലോ. അതാവട്ടെ ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ബ്രഹ്മാദികൾക്ക് പോലും വേണമെന്ന് വെച്ചാലും എപ്പോഴൊന്നും കാണാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ആ പരമാത്മസ്വരൂപമിതാ നിർമ്മലമായ രൂപം ഞാൻ കണ്ടുവല്ലോ ഭഗവാനെ. ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ, എന്റെ ജന്മം സഫലമായി. നീ പ്രാർത്ഥിക്കുകയാണ്, നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം. എന്നും അങ്ങയുടെ ഈ രൂപം എന്റെ ഉള്ളിൽ ഉണ്ടാവണം. അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ, ഒരു ജീവി ഈ ലോകത്ത് ജനിച്ചു കഴിഞ്ഞാൽ, ഈ മായയിൽ പെട്ടുകഴിഞ്ഞാൽ ഷഡ്ഭാവങ്ങൾ 6 ഭാവങ്ങളിലൂടെ, വികാരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 1 ഉണ്ടാവുക, 2 നിലനിൽക്കുക, 3 പെരുകുക, അതായത് അത് പലതാവുക, കോശങ്ങൾ പെരുകി വലുതാവുക, വളരുക, പിന്നീട് രൂപം മാറുക. അതുകൊണ്ട് തന്നെ രൂപം മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുള്ള രൂപമല്ല ഇപ്പോഴുള്ളത്. പിന്നീട് പതുക്കെ പതുക്കെ ജീർണിക്കാൻ തുടങ്ങും, തലയൊക്കെ നരച്ചു തുടങ്ങും, ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞു തുടങ്ങും, പിന്നീട് ഇല്ലാതാവുന്നു. ഇങ്ങനെ 6 ഭാവത്തിലൂടെയാണ് ഓരോ ജീവജാലവും ഈ ലോകത്ത് പോകുന്നത്. എന്നാൽ അതൊക്കെ ഈ മായയിൽ മാത്രമേ ഉള്ളൂ. സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. ജ്ഞാനസ്വരൂപനായ അങ്ങയ്ക്ക് ഈ 6 ഭാവങ്ങളൊന്നും ഇല്ല. നിർവികാരാത്മാ, അതുകൊണ്ടാണ് നിർവികാരാത്മാ എന്ന് പറയുന്നത്. ഈ 6 വികാരങ്ങളില്ലാത്തവനാണ് അങ്ങ്. പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദൻ, മോക്ഷപ്രദനാണല്ലോ നിൻ തിരുവടി പാർത്താൽ. ഇനി ഭഗവാൻ എങ്ങനെയാണ്? വഹ്നിയിൽ ധൂമം പോലെ, വാരിയിൽ നുര പോലെ. ഭഗവാൻ വഹ്നിയാണെങ്കിൽ, അഗ്നിയാണെങ്കിൽ അതിന്റെ പുക പോലെയുള്ള ആ മഹാമായ വൈഭവം. അതുപോലെ അങ്ങ് സമുദ്രമാണെങ്കിൽ അതിന്റെ നുര പോലെ, വാരിയിൽ നുര പോലെ. നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. ആ സമുദ്രത്തിലെ നുര പോലെയാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം. അപ്പൊ ആ തിരമാലയെ മാത്രം ശ്രദ്ധിക്കുന്നവർക്ക് സമുദ്രത്തിന്റെ മാഹാത്മ്യം കാണാൻ സാധ്യമല്ല എന്നതുപോലെയാണ് ഈ മായാവൈഭവത്തിൽ ആകെ ആകൃഷ്ടരായിട്ടിരിക്കുന്ന അജ്ഞാനികൾക്ക് സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായ അങ്ങയെ കാണാൻ സാധ്യമല്ലല്ലോ. യാവത് പര്യന്തം, ഏതുവരെ മായാസംവൃതം ലോകമോർത്താൽ, ഈ മായാസംവൃതമായിട്ട് ഏതുവരെ ഈ ലോകമുണ്ടോ താവത് പര്യന്തം അറിയാവതല്ല ഭവത്തത്വം. എത്ര കാലം നമ്മൾ ഈ സ്വപ്നലോകം പോലെയുള്ള മായയിൽ കഴിയുന്നുവോ അത്രയും കാലം ഭഗവാനെ അങ്ങയുടെ തത്വം ആർക്കും അറിയാൻ സാധ്യമല്ല. ഇനി ഇതറിയാൻ എന്താ വേണ്ടത്? സത്സംഗം കൊണ്ട് ലഭിച്ചിടിന ഭക്തിയോടും. ഇവിടെ സത്സംഗം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ സാധാരണ കുറച്ച് ആളുകൾ ചേർന്ന് ഭജനയും മറ്റ് പ്രഭാഷണങ്ങൾക്ക് കേൾക്കാനിരിക്കുന്നതിനെയും സത്സംഗം എന്നാണ് പറയുക. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന സത്സംഗം എന്നത് ആ മഹത്തുക്കളുടെ, അതായത് ജ്ഞാനം നേടിയ അല്ലെങ്കിൽ പരമഭക്തന്മാർ, ഇതിലേതെങ്കിലും ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു മഹത്തുക്കളുടെ, അങ്ങനെയുള്ള ഒരു സജ്ജനത്തിന്റെ, ആ സത്തുക്കളുടെ സംഘം, അവരുമായിട്ട് ഇങ്ങനെ സംഘം ചേർന്നിട്ട് അവർ പറയുന്ന കഥകൾ കേട്ട് അവരുടെ അനുഭവം കേട്ട് ഇരിക്കാൻ സാധിക്കുമ്പോൾ ഒരു നിലവിളക്കിന്റെ പ്രകാശം നമ്മിലേക്ക് വരുന്നത് പോലെ ആ പ്രകാശം നമ്മിൽ ഭക്തിയായിട്ട് തീരും. അങ്ങനെയുള്ള സത്സംഗം കൊണ്ട് ലഭിക്കുന്ന ഭക്തിയോടും ത്വത്സേവാരതന്മാരാ മാനുഷർ, അങ്ങനെയുള്ള ഭക്തി കൊണ്ട് മാത്രമേ അങ്ങയെ സേവിക്കുന്നതിൽ മനുഷ്യർ തൽപരന്മാരാകുള്ളൂ. അങ്ങനെയുള്ള ആ മാനുഷർ മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ ത്വന്മായാരചിതമാം സംസാര പാരാവാരം, അങ്ങയുടെ മായ കൊണ്ട് തന്നെ രചിച്ചിട്ടുള്ള ഈ സംസാര സാഗരത്തെ
തൻ മറുകരയേറിയിടുന്നിതു കാലം കൊണ്ടേ. ഒരുപാട് കാലമെടുക്കും, എന്നാലും ഭക്തിയുള്ളവർക്ക് ആ യാത്ര പോലും ഒരു രസമാണ്. അങ്ങനെ മറുകരയേറിയിടുന്നല്ലോ. ത്വജ്ഞാനപരന്മാരാം മാനുഷജനങ്ങൾക്ക് ഉള്ള അജ്ഞാനം, അങ്ങയെ അറിയണം എന്നുള്ള തീവ്രമായ ആഗ്രഹമുള്ള മനുഷ്യജനങ്ങൾക്ക് ഉള്ള അജ്ഞാനം, അത് നീക്കുവാൻ ഒരു സദ്ഗുരുവിനെ ലഭിച്ചിടും. അപ്പൊ നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ മാത്രമേ നമുക്കൊരു ഗുരുവിനെ ലഭിക്കുള്ളൂ. ഇതിനെയാണ് ഒരു മുമുക്ഷു ആവുക എന്ന് പറയാ. മുമുക്ഷു എന്നാൽ മോക്ഷേച്ഛ ഉള്ള ആൾ, മോക്ഷം വേണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്നയാളാണ് മുമുക്ഷു. അങ്ങനെ ഒരു മുമുക്ഷുവിന് തീർച്ചയായിട്ടും ഒരു ഗുരുവിനെ ലഭിക്കുമെന്നാണ്. ഇങ്ങനെ ഗുരുവിനെ ലഭിച്ചാൽ സദ്ഗുരുവരങ്കൽ നിന്ന് അൻപോട് വളരെ ആ ഗുരുവിനെ സേവിച്ചു നിന്നാൽ, ഗുരുവിന്റെ കാരുണ്യത്താൽ വാക്യജ്ഞാനം, തത്വമസി, അഹം ബ്രഹ്മാസ്മി, ഇങ്ങനെയുള്ള വാക്യജ്ഞാനം ഉൾക്കാമ്പിലുദിച്ചിടും ത്വത്പ്രസാദത്താലപ്പോൾ. ഗുരു കാരുണ്യവും ഒപ്പം ഭഗവത് കാരുണ്യവും ഉണ്ടാകുമ്പോൾ ആ പരമാത്മ തത്വത്തെ കുറിച്ചുള്ള വാക്കുകൾ, ആ വാക്യത്തിന്റെ അറിവ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും. ഇങ്ങനെ കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ട്, അതിൽ നിന്നൊക്കെ വേർപെട്ട് ഭവത് ചിന്മയ പദത്തിങ്കലാഹന്ത ലയിച്ചിടും. ഭഗവാനെ, അങ്ങാകുന്ന ആ പരമാത്മാവിലേക്ക് ഒരു നദി ഒഴുകി സമുദ്രത്തിലെത്തുന്നത് പോലെ എല്ലാ ജീവാത്മാക്കളും അങ്ങയിലേക്ക് ഒഴുകിയെത്തുമല്ലോ ഭഗവാനെ. അതേസമയം ത്വദ്ഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് അങ്ങയിൽ ഭക്തി വരുന്നില്ല എങ്കിൽ അതിനും വേണം ഒരു പുണ്യം. ഭക്തരായിരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണം, കേൾക്കണം എന്ന് തോന്നുന്നത് പോലും ഉള്ളിൽ ആ സത്വഗുണം കുറേശ്ശെയൊക്കെ വർദ്ധിക്കുമ്പോഴാണ്. അങ്ങനെ വർദ്ധിക്കുമ്പോഴാണ് ഈ സത്സംഗങ്ങളിലൊക്കെ താല്പര്യമുണ്ടാവുക. അങ്ങനെ അല്ലാത്ത ജനങ്ങൾക്ക് ഇതൊക്കെ വെറുതെ സമയം കളയുകയാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലല്ലോ. കൽപ്പം എന്ന് വെച്ചാൽ തന്നെ 1000 ചതുർയുഗങ്ങളാണ്. അപ്പൊ കൽപ്പകോടി എന്ന് വെച്ചാൽ എത്ര കാലം? അപ്പൊ ഒരിക്കലും അത് കിട്ടുകയില്ല. പിന്നെ എങ്ങാനും എപ്പോഴെങ്കിലും ഈ ഒരു മനം മാറ്റം സംഭവിക്കണം. വിജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും, വിജ്ഞാനം നമുക്ക് കിട്ടുന്ന ആ ഒരു അറിവ്, ആ അറിവ് നമുക്ക് അനുഭവമായി തീരണം. അപ്പോഴാണ് അത് വിജ്ഞാനമാകുന്നത്. ഇതാണല്ലോ മോക്ഷമെന്നറിഞ്ഞാലും. ഭഗവാനെ, അജ്ഞാനം നീക്കി ത്വദ്ബോധം മമ സിദ്ധിക്കണം. എനിക്ക് അങ്ങാണ് സത്യം, ആ ബോധം അതെനിക്ക് അനുഭവപ്പെടണം. ആകയാൽ ത്വത്പാദപത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. എപ്പോഴും അങ്ങയിൽ ഒട്ടുമിളക്കം തട്ടാത്തൊരു ഭക്തി സംഭവിക്കണം ഭഗവാനെ. നമസ്തേ ജഗൽപദേ, നമസ്തേ രമാപദേ, നമസ്തേ ദാശരഥേ, നമസ്തേ സതാംപദേ, വേദപദേ, ദേവപദേ, മഖപദേ. മഖം യാഗം, യാഗങ്ങൾക്കൊക്കെ അധീശനാണ് ഭഗവാൻ. ധരാപദേ, ധരഭൂമി, ഭൂമിയുടെ പതി. ധർമ്മപദേ, സീതാപദേ, കാരുണ്യാബ്ധേ, ചാരുമൂർത്തേ, നമസ്തേ രാമചന്ദ്ര രാമ രാമ, നമസ്തേ രാമഭദ്ര, സന്തതം നമോസ്തുതേ ഭഗവൻ, നമോസ്തുതേ. ഇങ്ങനെയൊക്കെ ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ. ഭഗവാനെ, അങ്ങയുടെ ആ ചരണാംബുജം തന്നെ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണമേ. ഇനി ആദ്യം ഭഗവാൻ ചോദിച്ചിരുന്നു, വില്ല് കുലച്ചിട്ട് ആ അമ്പ് എടുത്ത് എയ്യാൻ വേണ്ടി പോയപ്പോൾ ചോദിച്ചിരുന്നു, എന്റെ ലക്ഷ്യം എന്താണ് എന്ന്. അതിനുള്ള ഉത്തരം പറയുകയാണ്, സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ, ഞാൻ സ്വർഗത്തിൽ എത്തണം എന്നാഗ്രഹിച്ച് ഞാൻ ഇത്രയും കാലം ചെയ്ത എല്ലാ യജ്ഞത്തിന്റെയും തപസ്സിന്റെയും ഒക്കെ പുണ്യമായിരിക്കട്ടെ നിൻ ബാണത്തിന് ലക്ഷ്യമായി ഭവിക്കണം. എന്ന് വെച്ചാൽ
എല്ലാം ഭഗവാനെ, എന്റെ തേജസ് അങ്ങേക്ക് ഞാൻ തന്നു. ഒപ്പം ഇതാ എന്റെ എല്ലാ പുണ്യവും, ഇത്രയും കാലം ഞാൻ നേടിയെടുത്ത എല്ലാ പുണ്യവും ഭഗവാനെ അങ്ങേക്കിരിക്കട്ടെ എന്നത് കേട്ട് തെളിഞ്ഞന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്ത് ഭാർഗവനോട് ചൊന്നാൻ, സന്തോഷം പ്രാപിച്ചേൻ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തൊന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു, എനിക്ക് സന്തോഷമായി, അങ്ങയുടെ ഉള്ളിൽ എന്താണോ ആഗ്രഹം അതൊക്കെ ഞാൻ തരാം. പ്രീതി കൈക്കൊണ്ട് ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോട് അരുൾ ചെയ്തു. അപ്പോൾ ജമദഗ്നിപുത്രനായിട്ടുള്ള ഭാർഗവരാമൻ ഇപ്രകാരം പറഞ്ഞു, ഏതാനും അനുഗ്രഹമുണ്ട് എന്നെക്കുറിച്ചെങ്കിൽ, അങ്ങക്ക് എന്നെക്കുറിച്ച് അങ്ങനെ ഒരു പരിഗണന ഉണ്ടെങ്കിൽ, കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ, പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും, അതായത് അങ്ങയിൽ ഏകാന്ത ഭക്തന്മാരായിരിക്കുന്നവരെ സേവിച്ചാൽ തന്നെ പുണ്യമാണെന്നാണ്. ഒപ്പം അങ്ങയുടെ പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. എപ്പോഴും എനിക്ക് അങ്ങയിൽ ഭക്തി ഉണ്ടാവണം ഭഗവാനെ. മാധവ രഘുപതേ രാമ കാരുണ്യാംബുധേ. ഇത് മാത്രമല്ല, ഇവിടെ പറയുകയാണ്, ഞാൻ ഇപ്പോൾ അങ്ങയെ സ്തുതിച്ച ഈ സ്തോത്രം മയാകൃതം, എന്നാൽ ചെയ്യപ്പെട്ട ഈ ഒരു സ്തോത്രം ജപിച്ചിടുന്ന പുമാൻ, അത് ഭക്തിയോടെ, ഇതേ ഭക്തിയോടെ, ഉള്ളിൽ നിന്ന് വരുന്ന ആ ഭക്തിയോടെ ജപിക്കുന്ന മനുഷ്യൻ ഭക്തനായി തത്വജ്ഞനായിടണം. വിശേഷിച്ചും ഭക്തനായാൽ മാത്രം പോരാ, ഈ ലോകത്തിന്റെ തത്വങ്ങളെ കുറിച്ചറിഞ്ഞ് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തനാവേണം. മാത്രമല്ല, മൃത്യു വന്നടുക്കുമ്പോൾ, ഇങ്ങനെ എന്നും സദാകാലം ഭഗവാനെ സ്മരിക്കുന്ന ഒരാൾക്ക് ആ ആളിന്റെ മൃത്യു വന്നടുക്കുമ്പോൾ ത്വൽപാദാംബുജ ഗതി, അങ്ങയിൽ ശരണം പ്രാപിക്കാൻ, ആ മൃത്യു ശരീരം ഇവിടെ ഉപേക്ഷിച്ചാലും ആ സൂക്ഷ്മ ശരീരം ഭഗവാനെ അങ്ങയിൽ ലയിക്കണം, ചിത്തേ സംഭവിപ്പതിനായിട്ട് അനുഗ്രഹിക്കണം. അപ്പൊ ഇവിടെ ഭാർഗവരാമൻ തനിക്ക് മാത്രമല്ല, താൻ ഈ ചെയ്ത സ്തോത്രം ഏതൊരു ഭക്തൻ ഭക്തിയോടെ ജപിക്കുന്നുവോ, അർത്ഥമറിഞ്ഞ് ജപിക്കുന്നുവോ, അങ്ങനെയുള്ളവർക്ക് ഭക്തി സംഭവിക്കണം. അവരുടെ മരണകാലത്തിൽ അവരെ ഭഗവങ്കലേക്ക് അവരെ ലയിപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളെ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എന്ന് രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് രാഘവനും പറഞ്ഞു. സാദരം പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്ന് മഹേന്ദ്രാചലം പുക്കിയിടിനാൻ. വീണ്ടും മഹേന്ദ്രാചലത്തിൽ തപസ്സിനായിട്ട് പോയി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഭൂപതി ദശരഥൻ താൻ അതിസന്തുഷ്ടനായി. ഒരു ബാധ ഒഴിഞ്ഞതുപോലെയാണ് ദശരഥനെ സംബന്ധിച്ച്. അങ്ങനെ അതിസന്തുഷ്ടനായിട്ട് താപവും അകന്ന് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ആശങ്കയൊക്കെ പോയി. തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായി ആശ്ലേഷം ചെയ്ത് ആനന്ദാശ്രുക്കളോടും സന്തോഷാശ്രുക്കളോടും, ഒപ്പം വസിഷ്ഠനാണല്ലോ പറഞ്ഞത്, ഒന്നും പേടിക്കേണ്ട, എല്ലാം മംഗളമായിട്ട് വരും. അങ്ങനെ പ്രൗഢാത്മാവായി, കാരണം ഞാൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചല്ലോ എന്ന രീതിയിൽ അങ്ങനെ പ്രൗഢമായിട്ട് നിൽക്കുന്ന വിധിനന്ദനൻ വസിഷ്ഠനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന് അയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ. അങ്ങനെ കീർത്തി വർദ്ധിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കവേ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി, അവർ 4 പേരും 4 പേരുടെയും ഭാര്യമാരോടും കൂടി സ്വൈര്യമായി രമിച്ചു വാണിയിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും, എങ്ങനെയാണോ വൈകുണ്ഠത്തിൽ ഭഗവാൻ ലക്ഷ്മീ ദേവിയോടുകൂടെ ഇരിക്കുന്നത്, വൈകുണ്ഠൻ വാഴും പോലെ, ആ മഹാവിഷ്ണു വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ടു വസിച്ചിടിനാൻ അനുദിനം. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം കേകയ നരാധിപനാകിയ യുധാജിത്ത്
കേകയ രാജ്യത്തെ രാജാവായിട്ടുള്ള യുധാജിത്ത് കൈകേയി തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ, കൈകേയി മകനായിട്ടുള്ള കൈകേയിയുടെ മകനായ ഭരതനെ കൂട്ടിക്കൊണ്ടുപോകാൻ അമ്മാവനാണ് വരുന്നത്. ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ. അപ്പോ ദൂതനെ അയച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോദരനായി മേവീടും ശത്രുഘ്നനോടും കൂടി. ഇവിടെ യുധാജിത്തല്ല വന്നത്, ദൂതനെയാണ് അയച്ചത്. അപ്പൊ യുധാജിത്തിന്റെ ആ ഒരു ആജ്ഞയാൽ ദൂതൻ വന്നു ഇവരെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ. ഇവിടെ ഭരതനെയാണ് കൂട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഭരതന്റെ കൂടെ എന്നും നിഴല് പോലെ ഇരിക്കുന്ന സോദരനായി മേവീടും ശത്രുഘ്നനോടും കൂടെ സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ ആദരവോട് നടന്നീടിനാർ അവർകളും. അങ്ങനെ അവർ കുറച്ച് ദിവസം അയോധ്യയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. മാതുലൻ തന്നെ കണ്ട് ഭരതശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ടു വസിച്ചിടിനാർ അതുകാലം. അങ്ങനെ അവർ കേകയ രാജ്യത്തെത്തി അമ്മാവനെ കണ്ട് സന്തുഷ്ടരായിട്ട് അങ്ങനെ ഭരതശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ട് സന്തോഷത്തോടെ വസിച്ചു. മൈഥിലിയോടും നിജനന്ദനന്മാരോടും ചേർന്ന് കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ. തന്റെ പുത്രഭാര്യയായിട്ടുള്ള സീതയോടും തന്റെ മക്കളായിട്ട്, ഇവിടെ ഇനിയിപ്പോ ബാക്കിയുള്ളത് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും, അങ്ങനെയുള്ള മക്കളോട് കൗസല്യാദേവിയും അങ്ങനെ പരമാനന്ദം പൂണ്ടു. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ച് ദശരഥൻ. രാമലക്ഷ്മണന്മാരോടും മറ്റുള്ള ഭാര്യമാരോടൊക്കെ ആയിട്ട് ദശരഥനും സാകേതപുരി തന്നിൽ, സാകേതപുരി എന്നു പേരുള്ള ആ രാജ്യത്ത്, ആ ഒരു പുരത്തിൽ സുഖിച്ചു വാണിയിടിനാൾ. ഏതുപോലെ പാകശാസനൻ അമരാലയെ വാഴും പോലെ. പാകശാസനൻ ഇന്ദ്രൻ അമരാലയത്തിൽ സ്വർഗലോകത്തിൽ എങ്ങനെയാണോ വാഴുന്നത് അതുപോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി, നിർവികാര സ്വരൂപനായിട്ടുള്ള ആ ഭഗവാൻ സർവലോക ആനന്ദാർത്ഥം, എല്ലാ ലോകത്തിലുള്ള ജനങ്ങൾക്കും ആനന്ദം കൊടുക്കാൻ മനുഷ്യ ആകൃതി പൂണ്ട് തന്നുടെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ച് വാണാൻ അയോധ്യാപുരി തന്നിൽ അന്നേ. അങ്ങനെ കുറച്ചു കാലമെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷകരമായ ഒരു കാലത്തിലൂടെയാണ് ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ കടന്നു പോകുന്നത്.